ഇന്ന് നമുക്ക് അതേ രീതി അവലംബിച്ചുകൊണ്ട് 17-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 17-ാം അധ്യായം നമുക്കെല്ലാം പരിചിതമാണ്. ചിലർക്കെങ്കിലും അതിൻ്റെ ആന്തരിക അർത്ഥമോ വിശാലമായ ഒരു ഗ്രാഹ്യമോ ഇല്ലെങ്കിൽ കൂടി ഒരു പ്രാഥമിക അറിവില്ലാത്ത ഒരാളിവിടെ ഇല്ല. കാരണം അവിടെയാണ് ബൈബിൾ രചനയിലെ ഒരു സുപ്രധാന ശൈലി സ്വീകരിച്ചിട്ടുള്ളത്. മലയാളം ബൈബിളിലും ഇംഗ്ലീഷിലുമല്ല. 17-ാം അധ്യായത്തിൽ കാണുന്ന മർമ്മം മഹദിയാം ബാബിലോൺ. അത് വലിപ്പമുള്ള അക്ഷരങ്ങൾ കൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു നാമം അവൾക്കുണ്ട്. ഈ പദം മാത്രം വലിയ അക്ഷരത്തിൽ എഴുതാൻ പ്രത്യേകിച്ചൊരു കാരണമില്ല, എന്നാൽ ഇല്ലാഴികയില്ല. എഴുത്തിൻ്റെ ശൈലിയിൽ അതിന് മാത്രം ഒരു പ്രസക്തിയില്ല. പക്ഷേ നമ്മുടെ ശ്രദ്ധ അവിടെ നിന്ന് പെടേണ്ടതുണ്ട്. ആദ്യം ഞാൻ ഇതിനൊരു പശ്ചാത്തലം ഒരുക്കേണ്ടത് ആവശ്യമാണ്. ആ ചിന്തയിലേക്ക് വരാൻ മർമ്മം എന്നൊരു പദത്തിലേക്ക് നമുക്ക് ആദ്യമായിട്ട് വരാം. മിസ്റ്റീരിയോൺ, ഗ്രീക്കിലെ മിസ്റ്റീരിയോൺ എന്നൊരു പ്രയോഗമാണ്. ഈ മിസ്റ്റീരിയോണിൻ്റെ അർത്ഥം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്, സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിൻ്റെ രഹസ്യം എന്നതിനേക്കാൾ വലിയൊരു അർത്ഥമാണുള്ളത്. എന്തിനാണ് സൂക്ഷിച്ചിരിക്കുന്നത്? വെളിപ്പെടുത്താനുള്ളതാണ്. ആ മർമ്മം എന്നൊരു പദത്തെ ഒന്ന് ഗ്രഹിച്ചിട്ട് നമുക്ക് ഇറങ്ങി വരാം. ദൈവം എന്നൊരാശയം എടുത്താൽ പഴയ നിയമ ഭക്തന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പാർഷ്യലായിരുന്നു, സമ്പൂർണ്ണമല്ല. അപൂർവം ചിലർക്ക് ദൈവത്തെക്കുറിച്ച് അറിവ് വചനത്തിൽ പറയും പോലെ കിട്ടിയെങ്കിലും ഭാഗിക അറിവായിരുന്നു ദൈവത്തെക്കുറിച്ച് പഴയ നിയമ ഭക്തന് കിട്ടിയത്. ദൈവത്തെക്കുറിച്ച് കിട്ടിയ പഴയ നിയമ അറിവ് ഭാഗികമാണെന്ന് പറയാൻ കാരണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ദൈവ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യം പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. അത് വെളിപ്പെട്ടത് പുതിയ നിയമത്തിലാണ്. എന്നാൽ അപൂർവം ചിലർക്ക് മനസ്സിലായി കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, യേശുവിൻ്റെ അസ്തിത്വം പ്രവാചകന്മാർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ മൊത്തം പഴയ നിയമത്തെ എടുത്താൽ അതിൻ്റെ സ്വീകർത്താക്കൾക്ക് ദൈവത്തിലെ ഈ 3 വിധ ആളത്തങ്ങളെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ അത് വെളിപ്പെട്ടു. സാത്താൻ എന്നതും ഇങ്ങനെയായിരുന്നു. സാത്താൻ എന്ന ആളത്തത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ വേണ്ടത്ര സൂചനയില്ല. ചിലക്കെങ്കിലും ഞാൻ പറയുന്നത് അത്ര കണ്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നെനിക്കറിയാം. സാത്താൻ എന്ന പദം പഴയ നിയമം മുഴുവൻ പരതിയാൽ ആദ്യം കാണുന്നത് എവിടെയാണ്? സാത്താൻ. പേരങ്ങ് പറഞ്ഞോളൂ. ഉൽപ്പത്തിയിൽ സാത്താൻ എന്നൊരു പ്രയോഗം ഇല്ല. പാമ്പെന്നുണ്ട്, ഞാൻ ചോദിച്ച സാത്താനാണ്. യോബിലുണ്ട്, പക്ഷെ ആദ്യം കാണുന്ന അവിടെ അല്ല. ആ റെഫറൻസ് ഒന്ന് കുറിച്ചിട്ടുള്ളൂ, അല്ലെ ഓർത്തിരുന്നോളൂ. സംഖ്യാപുസ്തകം 22:22 സാത്താൻ എന്ന പ്രയോഗം ആദ്യം കാണുന്നത്. മലയാള പ്രയോഗം അല്ല. സാത്താൻ എന്നത് എബ്രായ പദമാണ്, അങ്ങനെ തന്നെ എടുത്തെഴുതിയിരിക്കുക. പക്ഷെ അവിടെ സാത്താൻ എന്ന് വിളിച്ചത് ആരെയാണ്? യഥാർത്ഥ സാത്താനെ അല്ല, ബിലയാമിൻ്റെ വഴി തടഞ്ഞ ദൂതനെ വിളിച്ച പേരാണ് സാത്താൻ. യഹോവയുടെ ദൂതൻ സാത്താനെ പോലെ, നമ്മൾ സാത്താനായി നിന്നു എന്ന് നമ്മുടെ പരിഭാഷയിൽ, അല്ലെങ്കിൽ പ്രതിയോഗിയായി നിന്നു. പക്ഷെ സാത്താനായി നിന്നു എന്നാണ് ശരി പ്രയോഗം. അപ്പൊ സാത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥം തടസ്സം നിൽക്കുന്നയാൾ. എന്നാൽ പിന്നീട് ഇത് പതിവായി ഒരുവൻ ചെയ്തു തുടങ്ങിയപ്പോൾ ദൈവപ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്ന ആൾ എന്ന നിലയിൽ സാത്താൻ ഈ പേര് പതിച്ചു കിട്ടി, സാത്താൻ. എന്നിട്ടും പഴയ നിയമത്തിന് അറിയില്ല എന്താണ് ഈ സാത്താൻ. പാമ്പ് എന്നൊരു പ്രയോഗം വന്നു, സാത്താൻ എന്നൊരു പ്രയോഗം വന്നു. പിന്നെ ഇങ്ങോട്ട് ഇവനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം അവർക്കില്ല, വലിയ അറിവില്ല. പുതിയ നിയമത്തിൽ നമ്മൾ നേരെ വിപരീതം കാണുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ ഭൂതങ്ങളെ ശാസിച്ചിട്ട് ഓടി വന്ന് യേശുവോട് പറയുകയാണ്, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു.
പഴയ നിയമത്തിലെങ്ങും പിശാചുക്കൾ വിട്ടുപോയതിന് ഒരു ചരിത്രമില്ല. അതിനൊരു അപവാദം, ശൗലിൻ്റെ മീതെ ദുരാത്മാവ് വന്നു. ദാവീദ് കിന്നരം വിട്ടിയപ്പോൾ പാടിയപ്പോഴൊക്കെ അതൊന്ന് മാറി നിന്നു, വീണ്ടും വന്നു, വിട്ടുപോയില്ല. പഴയ നിയമത്തിൽ ദുരാത്മാവുണ്ട്. ചെറുത്തുനിന്ന് അവനോട് പോരാടിയിരിക്കാം, പ്രാർത്ഥിച്ചും ആത്മനിറവിലും. പക്ഷേ പിശാചുക്കളെ ശാസിച്ചു പുറത്താക്കുന്ന ഒരു അധികാരം നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ കാണുന്നില്ല, കൊടുത്തതായിട്ട് കാണുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിലുണ്ട്. എന്തുകൊണ്ട് പിശാചുക്കൾ പുതിയ നിയമഭക്തന് കീഴടങ്ങി? അതിൻ്റെ ഉത്തരം വളരെ എളുപ്പം. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ വന്നു. അപ്പോൾ അവൻ്റെ പ്രവൃത്തികളെ അഴിച്ചു. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോഴാണ് ഇവൻ ആര് എന്ന പൂർണ്ണകായ ചിത്രം വെളിപ്പെടുന്നത്. അതുവരെ ഭാഗിക അറിവായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൽ സാത്താൻ ഒരു മർമ്മമായിരുന്നു, പുതിയ നിയമത്തിൽ അത് വെളിപ്പെട്ടു വന്നു. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ഭാഗികമായിരുന്നു. പുതിയ നിയമം കൂടി വന്നപ്പോൾ ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയപ്പോൾ നമുക്കും ബോധ്യപ്പെട്ടു ആരാണി ദൈവം. അതുകൊണ്ട് ഭാഗിക വെളിപ്പാട് കിട്ടിയ പഴയ നിയമ ഭക്തൻ, ഇബ്രായർ 1:1 പ്രകാരം ഭാഗിക അരുളപ്പാട് കിട്ടിയ പഴയ നിയമ ഭക്തൻ ഭയഭക്തിയോടെ ദൈവത്തെ കണ്ടപ്പോൾ പുതിയ നിയമത്തിലെ ആരാധനയുടെ കാതൽ ഭയമല്ല, സ്നേഹമാണ്, കരുണയാണ്. ആർദ്രവാനായി നമ്മെ പുലർത്തുന്നൊരു ദൈവമാണ് പുതിയ നിയമത്തിൽ. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം എല്ലാ അധ്യായങ്ങളും മർമ്മങ്ങളുടെ ഭേദനമാണ്, രഹസ്യങ്ങളുടെ ഭേദനമാണ്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മർമ്മമാണ് നമ്മൾ പഠിക്കുന്നത്, ഒരു സ്ത്രീയെക്കുറിച്ച്. ആദ്യം അറിയേണ്ടത്, ഇത് കേവലം ഒരു സ്ത്രീ അല്ല. ഏറ്റവും ഒടുവിലത്തെ വാക്യം വായിച്ചാട്ടെ. ഈ സ്ത്രീ ഒരു കേവല സ്ത്രീ ആണോ ഒന്ന് പരിശോധിച്ചാട്ടെ. ലാസ്റ്റ് വാക്യം 17. നീ കണ്ട സ്ത്രീ ഭൂരാജാക്കന്മാരുടെ മീതെ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. അടുത്ത അധ്യായം പരതുമ്പോൾ മറ്റൊരു ബാബിലോണിനെ കാണാം. ഇപ്പോൾ തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ രണ്ടും രണ്ടാണ്. ഒന്ന് മതബാബിലോണാണ്, എക്ലേസിയാസ്റ്റിക്കൽ ബാബിലോൺ. 17-ാം അധ്യായത്തിലെ ബാബിലോൺ എക്ലേസിയാസ്റ്റിക്കൽ അഥവാ മതബാബിലോണാണ്, റിലീജിയസ് ബാബിലോൺ ആണെങ്കിൽ 18-ലെ ബാബിലോൺ രാഷ്ട്രീയ ബാബിലോണാണ്. 18-ലെ ബാബിലോൺ വാണിജ്യ ബാബിലോണാണ്, കൊമേഴ്സ്യലാണ്. കൊമേഴ്സ്യൽ ബാബിലോൺ ആൻഡ് പൊളിറ്റിക്കൽ ബാബിലോണാണ് അവിടെ കാണുന്നതെങ്കിൽ ഇവിടെ ഒരു മതം എന്ന നിലയിലുള്ള ബാബിലോണിനെയാണ് കാണുന്നത്. നമുക്ക് ഇന്നത്തെ ഈ ചിന്തയിൽ ഈ ബാബിലോൺ എന്നുള്ള ഒരു സംഖ്യ ഒന്ന് പഠിച്ചു പോകാം. റെഡിയാണോ? മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധിക്കണം. ഈ ബാബിലോൺ എന്ന പദം, അതിന് സമാന്തരമായി ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ചില പദങ്ങളുണ്ട്. ബാബിലോൺ, മെസൊപ്പൊട്ടേമിയ. വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നൊരു പദം ശിനാർ ദേശം എന്നാകും. ഞാനൊരു 4-5 പദം പറഞ്ഞു, ഓർമ്മയുണ്ടോ? ശിനാർ, ബാബിൽ, ബാബിലോൺ, മെസൊപ്പൊട്ടേമിയ. ഇതേതൊക്കെ ഓർക്കുന്നുണ്ട്? ശിനാർ ദേശം ഓർക്കുന്നുണ്ടോ? അത് മറക്കരുത്, പ്രധാനമാണ്. ബാബേൽ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്, നോട്ടും കുറിക്കുന്നുണ്ടല്ലോ, നല്ലത്. നിങ്ങൾ മറക്കാത്തൊരു പദമുണ്ട്, അത് ബാബിലോൺ എന്നതാണ്. ഇതിൻ്റെ കാരണം നമ്മളിൽ പലർക്കും ലോണുണ്ട്, സാമ്പത്തിക ഞെരുക്കമൊക്കെ ഉള്ളത് കൊണ്ട് ഈ പദം മറക്കുകയില്ല. ഈ മാസം അടയ്ക്കണം ബാബിലോൺ. അപ്പോൾ അതെങ്കിലും മറക്കരുത്. ബാബിലോൺ, ബാബേൽ, ബാബിലോൺ, ശിനാർ ദേശം, മെസൊപ്പൊട്ടേമിയ. ഈ മെസൊപ്പൊട്ടേമിയ എന്ന പദം 2 ഗ്രീക്ക് പദങ്ങളുടെ സമന്വയമാണ്. മെസോ എന്നും പൊട്ടേമിയ എന്നുമുള്ള 2 പദങ്ങൾ. മെസോ അതിന് ഇടയ്ക്കുള്ള സ്ഥലം, പൊട്ടേമിയ അതിൻ്റെ അർത്ഥം നദികൾ അഥവാ വെള്ളങ്ങൾ എന്നാണ്.
വെള്ളങ്ങൾ എന്നൊരു പ്രയോഗം മലയാളത്തിലില്ല, പക്ഷെ ഗ്രീക്കിലുണ്ട്. ഗ്രീക്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നൊന്നില്ല, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉണ്ട്. മധ്യത്തിലുള്ള സ്ഥലം, ഇടയ്ക്കുള്ള സ്ഥലം. പൊട്ടേമിയ അർത്ഥം വാട്ടർ ഓർ എ വാട്ടർ, റിവർ ഓർ എ റിവർ. പൊട്ടാമോസ് ആണത്, പൊട്ടാമോസ്. പൊട്ടേമിയ അർത്ഥം ഒന്നിലധികം നദികൾ. പൊട്ടാമോസ് ഏകവചനം, പൊട്ടേമിയ ബഹുവചനം. ഗ്രീക്കിൽ ഓയസിൽ തീരുന്ന പദങ്ങളല്ല ഏകവചന ശബ്ദങ്ങളാണ്. ലോഗോസ് ഓയസിൽ തീർന്നാൽ ഏകവചനം, ഇയാ ശബ്ദങ്ങൾ ബഹുവചനമാണ്. അങ്ങനെയാണത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അപ്പോൾ മെസോ പൊട്ടേമിയ, പൊട്ടാമോസ് എന്നായിരുന്നെങ്കിൽ ഒരു നദി. അതിനൊരു ഉദാഹരണം, ഒരു എളുപ്പവഴിയാണ് ഈ ഹിപ്പോ പൊട്ടാമോസ് എന്നൊരു ജീവിയുണ്ട്. അതെവിടെ വളരുന്നേ? വെള്ളത്തിൽ. നീർക്കുതിര, പൊട്ടാമോസിലുള്ള ഹിപ്പോ. അപ്പോൾ നീർക്കുതിര വെള്ളത്തിലുള്ളത്. അപ്പോൾ ഇതേ വിധത്തിലാണ് ഈ പൊട്ടേമിയ പഠിക്കേണ്ടത്, മെസോപ്പൊട്ടേമിയ. എന്താണ് ഈ മെസോപ്പൊട്ടേമിയ എന്ന് ഞാൻ പറയാം. രണ്ടു നദികൾക്കിടയിലുള്ള സ്ഥലം എന്നതിൻ്റെ ശരിയായ അർത്ഥം. നദികൾക്കിടയിലുള്ള സ്ഥലം, അത് മതി. രണ്ടു നദികളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, ഇന്നത്തെ റഷ്യയുടെ അതിർത്തി പ്രദേശമായ തുർക്കിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തുള്ള, അല്ലെ തുർക്കിയിലുള്ള വാൻ തടാകത്തിൽ നിന്നുത്ഭവിച്ച്, VAN വാൻ തടാകത്തിൽ നിന്നുത്ഭവിച്ച് 2300 മൈലുകൾ സഞ്ചരിച്ച് പേർഷ്യൻ ഉൾക്കടലിൽ പതിക്കുന്ന ഒരു നദി. ആ നദി കടലിൽ പതിക്കുന്ന അഴിമുഖത്തു നിന്ന് 45 മൈൽ ഉള്ളിലേക്ക് മാറി മറ്റൊരു നദി അതോട് വന്ന് ലയിക്കുന്നു. 45 മൈൽ അവർ ഒരുമിച്ചൊഴുകും. വലിയ നദി യൂബ്രട്ടീസാണ്. ഈ ഒഴുകിയ നദിയുടെ പേര് യൂബ്രട്ടീസ്. 2300 മൈൽ നീളം, വാൻതടാകത്തിൽ നിന്ന് ഉത്ഭവിക്കും. അസ്തമിക്കുന്നത്, ചെന്ന് ചേരുന്നത് പേർഷ്യൻ ഗൾഫിലാണ്, പേർഷ്യൻ ഉൾക്കടൽ. പേർഷ്യൻ ഉൾക്കടലിൻ്റെ 45 മൈൽ പിന്നിൽ വെച്ച് ഇതോട് ചേരുന്ന അടുത്ത നദിയുടെ വരവ് പെട്ടകം ഉറച്ചു എന്ന് കരുതുന്ന അരാറത്ത് പർവ്വത നിരയിൽ നിന്നാണ്. അരാറത്ത് പർവ്വത നിരയിൽ നിന്ന് ഉത്ഭവിച്ച് 1900 മൈലുകൾ സഞ്ചരിച്ച് പേർഷ്യൻ ഉൾക്കടലിൽ ഒരു നദി പതിക്കുന്നു. യൂബ്രട്ടീസോട് ഒരു നദി ചേരുന്നു. രണ്ടും ഒരുമിച്ച് കടലിൽ പതിക്കുന്നു. രണ്ടാമത്തെ നദിയുടെ പേര് ടൈഗ്രീസ് എന്നാകും. യൂബ്രട്ടീസും ടൈഗ്രീസും കിടക്കുന്ന വിശാല ഭൂപ്രദേശത്തിൻ്റെ പേരാണ് മെസൊപ്പൊട്ടേമിയ. വളരെ ഭംഗിയുള്ള സ്ഥലം. ഈ മെസൊപ്പൊട്ടേമിയ എന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കാത്ത, അല്ലെങ്കിൽ ബാബിലോണിനെ കുറിച്ച് പഠിക്കാത്ത ഒരാൾക്ക് പഴയ നിയമം പഠിക്കാനേ ആവില്ല. എത്ര പ്രസംഗം പറഞ്ഞാലും ഇതേക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് പഠിക്കാതെ ബൈബിൾ മാത്രമല്ല ലോകചരിത്രം എഴുതാൻ ഒരാൾക്ക് കഴിയില്ല. ഖുർആൻ പഠിക്കാൻ ഒരാൾക്ക് കഴിയില്ല. അറബി കഥകൾ പഠിക്കാൻ ഒരാൾക്ക് കഴിയില്ല. 1001 രാവുകളും ഇങ്ങനെയുള്ള കഥകളുമൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും പഠിക്കാൻ ഒരാൾക്ക് കഴിയില്ല. ചുരുക്കത്തിൽ ഇത്രയും ഞാൻ നീട്ടിക്കൊണ്ടുപോയത് ആ ആ സ്ഥലത്തിൻ്റെ പ്രസക്തി ഒന്ന് പറയാനാണ്. ഭൂമിയിലെ ഏറ്റവും മനോഹര സ്ഥലം ഇതായിരുന്നു എന്ന് പറയാൻ കാരണം, ഈ സ്ഥലത്ത് ആയിരുന്നു പഴയ ഏദൻ നിലനിന്നിരുന്നത്. യൂബ്രട്ടീസ്, ടൈഗ്രീസ് എന്നിങ്ങനെയുള്ള നദികളുടെ പേര് ഞാൻ പറഞ്ഞപ്പോൾ അപരിചിതമായി നിങ്ങൾക്ക് തോന്നുന്നു. ചിലർക്കെങ്കിലും അപരിചിതത്വം വേണ്ട. നമ്മുടെ മലയാളം ബൈബിളിൽ ഈ നദിക്കിട്ടിരിക്കുന്ന പേര് ഫ്രാത്ത് എന്നാണ്. യൂബ്രട്ടീസിന് ഫ്രാത്ത്, യൂഫ്രാട്ടിൽ നിന്നാണ്. യു ലോപിച്ച് ഫ്രാട്ടായി, അത് ഫ്രാത്തായി. ഹിദ്ദേക്കലാണ് ടൈഗ്രീസ്. അതെങ്ങനെയാണ് പദം, ആ എറ്റിമോളജിയുടെ ഡെറിവേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. ടൈഗ്രീസ് എങ്ങനെ ഹിദ്ദേക്കലായി എന്നറിയില്ല, പക്ഷേ ഹിദ്ദേക്കലാണ് ടൈഗ്രീസ്. ഹിദ്ദേക്കലും ടൈഗ്രീസും
അപ്പം ഞാൻ ഈ 2 നദികളുടെ പേര് പറഞ്ഞപ്പോൾ ഒരു 2 നദിയുടെ പേര് കൂടി നിങ്ങളുടെ മനസ്സിൽ വരുന്നു. ഏതൊക്കെയാ? ഫ്രാത്തും ഹിദ്ദേക്കലും വരുമ്പോൾ പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത്. അറിയുമല്ലോ, മനോഹര സ്ഥലം. പക്ഷെ ബൈബിള് അറപ്പും വെറുപ്പും വരുന്നൊരു ഭാഷയിലാണ് ഈ സ്ഥലത്തെ പിന്നീട് വിളിക്കുക. ദുർഭൂതങ്ങളുടെ പാർപ്പിടം, അശുദ്ധാത്മാക്കളുടെ തടവറ, കൽദയരുടെ പ്രശംസാലങ്കാരം, അഹന്തയുടെ പ്രതീകം. ലൂസിഫറിൻ്റെ പതനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തകർച്ചയുടെ, പരാജയത്തിൻ്റെ, എല്ലാത്തരം നിരാശയുടെയും ഇരുട്ടിൻ്റെയും പ്രതീകമായി ബാബിലോണിനെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ആ അറപ്പ് മൂർച്ഛിക്കും വിധം ഈ സ്ഥലത്തെ വിളിക്കുക വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്തെ അങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം ഒന്ന് തിരക്കാം. സന്തോഷമാണോ? ഞങ്ങൾ ഡീപ്പായിട്ട് പറയുന്നത് ശ്രദ്ധിക്കുന്നു എന്ന് കാണുന്നവർക്കിടയിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇത് നമ്മളൊരു ഉണർവ് യോഗമായിട്ട് മാറ്റും. ഇത് ഉണർവ് യോഗമാക്കാൻ നിസാര പണിയുള്ളൂ. ഇതൊക്കെ അല്പം ഓളം വെച്ച് പറഞ്ഞാൽ മതി. പ്രിയമുള്ളവരെ, ടൈഗ്രീസ് കളി മാറുമെന്ന് എനിക്കറിയാം. അടിസ്ഥാനപരമായിട്ട് ഞാനൊരു ഉദ്ദേശിയാണ്. ആമേൻ, ടൈഗ്രീസ്, ഹിദ്ദേക്കൽ എന്ന് 2 പദം പറഞ്ഞാൽ അന്തരീക്ഷം മാറും. അതുകൊണ്ട് സമൂഹമാണ് നമ്മളെങ്ങനെ ആക്കുന്നതെന്ന് പറയാറുള്ളൊരു പഴമൊഴി. എന്നോട് ഒരു പാസ്റ്റർ പറഞ്ഞു, എനിക്കൊരു വാക്യം വായിച്ചൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന്. അതിൻ്റെ കാരണം ആളുകൾ ഈ കൈയടിച്ച് നമ്മളൊരു പരുവത്തിലാക്കും. നമ്മൾ ആ പുറകെ പോയിട്ട് വാക്യമായിട്ടൊരു ബന്ധമില്ലാതെ പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സാറ് പറഞ്ഞ പോലെ പഠിക്കാൻ മാത്രം തൽപരരായി വന്ന ആളുകൾക്ക് ഉണർവയോഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകാതെ വരും. സന്തോഷമല്ലേ? ഈ ശാന്തമായിട്ട് പറഞ്ഞതിന് വിരോധമുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ ബാക്കിയോടി പറഞ്ഞോട്ടെ, ഉറങ്ങരുത്. അപ്പോൾ യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, ഈ ഭൂപ്രദേശത്തിൻ്റെ പേര് മെസപ്പൊട്ടേമിയ. ഇതിൻ്റെ ഇന്നത്തെ പേര് കൂടി പറയാം. മോഡേൺ നെയിം ഇറാഖ് എന്നാകുന്നു. ആധുനിക ഇറാഖ്. അപ്പോൾ ചിലർക്കെങ്കിലും ഒരു പുതിയ അറിവില്ലേ? ആദമുഖകുമാർ ജീവിച്ചിരുന്നതും കൈൻ ഹാബേലിനെ വധിച്ചതും സംസാരിക്കുന്നൊരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടതും തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നട്ടതും ഒക്കെയായ ആ ഭൂപ്രദേശത്തിൻ്റെ ഇന്നത്തെ പേര് ഇറാഖ്. വിസ്മയാവഹമായൊരു കാര്യം അതല്ല, ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കൊരു വാക്യം ഒന്ന് പരതിപ്പോകാം. ഉൽപ്പത്തി 10:9 മുതൽ വായിച്ചാട്ടെ. 10:9 മുതൽ. ഒരു ലൈൻ പുറം വേണം വായിക്കാൻ. ഞാനങ്ങ് പറഞ്ഞേക്കാം. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ആ ആ ആ ആ ആ മതി. ഇവനൊരു രാജാവായിരുന്നു. രാജ്യത്തിൻ്റെ ആരംഭം എവിടെയാ? ശിനാർ ദേശം. ശിനാർ ദേശം എന്ന് വെച്ചാൽ ബാബിലോൺ, മെസപ്പൊട്ടേമിയ ആയിരുന്നു. എന്നിട്ട് ശിനാർ ദേശത്ത് ഏരക്ക്, ഇതിൽ നിന്നാണ് ഇറാഖ് എന്ന പദം നിഷ്പാദിച്ചിട്ടുള്ളത്. ഇത് ഈ ഭാഷയെക്കുറിച്ച് കൂടി ഒന്നറിയുക. അക്കാഡിയൻ ഭാഷയിലെ പ്രയോഗമാണ് ഏരക്ക്. ആ ഏരക്കിൻ്റെ ശരിപ്രയോഗം ഉറൂക്ക് എന്നായിരുന്നു. ഉറൂക്ക്. അത് സംസാരിച്ച് ഇറാഖ് എന്ന് മാറിയതാണ്. ഏരക്ക്, അടുത്ത വായിച്ചോളൂ. അതിൽ നിന്നാണ് അക്കാഡിയൻ എന്ന പദം പിറവി കൊള്ളുന്നത്. അക്കാഡിയൻ കൾച്ചർ. പിന്നെ കൽനെ, അതിൽ നിന്നാണ് കാൽഡിയൻസ് അഥവാ കൽദയരുടെ സംസ്കാരം അത് പിറവി കൊള്ളുന്നത്. പിന്നെ എന്നിവ ആയിരുന്നു. മതി. അപ്പം നമുക്ക് അവിടെ ഒരു രാജാവ് വസിച്ചിരുന്നായി തെളിവ് കിട്ടി. പേരെന്താ? നിമ്രോദ്. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. ഈ വീരൻ എന്ന പദത്തിന് എബ്രായ പ്രയോഗം ഒന്ന് എഴുതുന്നത് നല്ലതാണ്. ഗട്ടോൽ, GETTOL, ഗട്ടോൽ. അവൻ ഭൂമിയിലെ ആദ്യ ഗട്ടോൽ ആയിരുന്നു. അതിൻ്റെ അർത്ഥം
ഭൂമിയിൽ അമാനുഷികത കൽപ്പിച്ച ആദ്യത്തെ ആളായിരുന്നു, വീരനായിരുന്നു. വീരൻ എന്ന പ്രയോഗം പോരാ, ഗട്ടോലായിരുന്നു, അമാനുഷികത്വം കൽപ്പിച്ച ആദ്യ മനുഷ്യനായിരുന്നു. അത് ഞാൻ പറഞ്ഞു വരുമ്പോഴേ അതെന്താണെന്ന് മനസ്സിലാവൂ, ശ്രദ്ധിക്കണം. എന്തായിരുന്നു അവൻ വീരൻ എന്ന് പറഞ്ഞത്? തന്നല്ല, നീ അവൻ വീരനോ ആരും ആയിക്കോട്ടെ, ഉൽപ്പത്തിയുടെ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുക, അതുകൊണ്ട് ഈ യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെപ്പോലെ നായാട്ടുവീരൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ടായി. എന്തിനാ പഴഞ്ചൊല്ല്? ദൈവത്തിൻ്റെ മുമ്പാകെ ഇവൻ വീരനാന്ന് പറയണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. യേശുദാസ് നല്ലൊരു പാട്ടുകാരനാണ്, യഹോവയുടെ മുമ്പാകെ യേശുദാസിനെ പോലെ സംഗീതജ്ഞൻ, അങ്ങനെ പറയണോ? അങ്ങനെ പാടിപ്പോട്ടെ. ഈ ദൈവനാമം ഇതിനകത്ത് എങ്ങനെ കയറും? അപ്പം അത് നമുക്കൊന്ന് ഗ്രഹിക്കാം. ഇവൻ ചെയ്ത ആ പ്രവൃത്തി നമുക്കൊന്ന് പരതണം. ഈ ഭൂപ്രദേശം അടക്കി ഭരിച്ച നിമ്രോദ് ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയൊരു വസ്തുത ബാബിലോണിയൻ കഥകളിലും പാരമ്പര്യങ്ങളിലും ചരിത്രങ്ങളിലുമുള്ളത് ഞാൻ ചുരുക്കി പറയുന്നു. അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി സൂര്യനാണ് യഥാർത്ഥ ദൈവം, ചന്ദ്രൻ സൂര്യൻ്റെ പത്നിയാണ്. അപ്പം സൂര്യൻ അദ്ദേഹം ഒരു സ്ഥാനപ്പേരിട്ടു ബാൽ, ചന്ദ്രനൊരു പേരിട്ടു നാനാർ. നാനാർ, നയനാർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ചന്ദ്രൻ്റെ പേര്. പിന്നെ എങ്ങനെയാ? നാനാർ. ബാലും നാനാറും. ഈ നാനാർ കൂടാതെ ഭൂമിയും ഇതര ചരാചരങ്ങളുമൊക്കെ ദൈവങ്ങളായി കണ്ടുകൊണ്ട് മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെടിയെയും അവർ ദൈവമായി കണ്ടു. ആ ചെടിക്കൊരു ദേവൻ്റെ ഭാവം നൽകി അവനെ വിളിച്ചു മാർഡൂക്ക്. ബൈബിളിൽ ഈവിൾ മെരോദക്ക് എന്നൊക്കെയുള്ള പേരുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. മാർഡൂക്ക്, ബാൽ ദേവൻ. ചിലപ്പോൾ ഇതൊക്കെ തമ്മിൽ വേർതിരിച്ചറിയാനാവാത്ത അടുപ്പം തോന്നും. മാർഡൂക്ക് തന്നെയാണോ ബാൽ എന്ന് തോന്നും. ഇതുകൂടാതെ നെബോ എന്നൊരു ഗോഡും ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ യെശയ്യാപ്രവചനത്തിൽ കാണുന്നത്, ബേൽ വണങ്ങുന്നു, നെബോ കുനിയുന്നു. കഴിഞ്ഞിട്ടുണ്ടല്ലോ. ചില ദിവസന്മാരത് വായിച്ചിട്ട് ബാൽ വണങ്ങുന്നു, ചിലരിന്നിവിടെ വണങ്ങാൻ തയ്യാറാകണം. നെബോ കുനിയുന്നു, കുനിയാത്ത ചിലർ ഇന്ന് കുനിയുന്ന പകൽക്കാലമാണ്. ആ വഴി പോകരുത്. അതാ ബൈബിളിൻ്റെ ഒരു കോണ്ടസ്റ്റ് ഗ്രഹിക്കണം. അതുകൊണ്ട് ബാലും ബേലും ഒരാൾ തന്നെ. നെബോ ഇതുപോലൊരു ഗോഡാണ്. ഈ ഗോഡുകളെയൊക്കെ ഇംഗ്ലീഷിൽ എഴുതുന്ന ആളുകൾ ജി ക്യാപിറ്റൽ എഴുതരുത്, സ്മോൾ ലെറ്ററേ എഴുതാവൂ. അതാണ് ആംഗ്ലിക്കൻ റൈറ്റിംഗ് സ്റ്റൈൽ. അതായത് സത്യദൈവത്തിന് മാത്രമേ ഇംഗ്ലീഷ് എഴുത്തുകാർ ജി ക്യാപിറ്റൽ എഴുതൂ. ദൈവത്തെക്കുറിച്ച്, യഹോവയായ ദൈവത്തെക്കുറിച്ച് എഴുതുമ്പോൾ തിരിച്ചറിവിന് വേണ്ടി ജി ക്യാപിറ്റലും, ഡ്യൂപ്ലിക്കേറ്റിനുള്ള ഏത് വേണം? ചെറിയ സാധനം. ബൈബിളിലും അങ്ങനെയാണ് കിടക്കുന്നത്. ചെറിയ ഗോഡ് കണ്ട ഓർത്തുകൊള്ളാൻ കക്ഷി ആരാ? ലോക്കലാണ്. കിട്ടിയത് ബൈബിൾ വായിച്ചു വരുമ്പോൾ KJV ഒക്കെ വായിച്ചാൽ ചെറിയ ജി കാണും. അപ്പോഴേ ഓർക്കണം, കക്ഷി ആ ചെറിയ ജി പോലെയാണ്, ചെറിയ പാർട്ടിയാണ്. അപ്പോൾ ഇവരെ എല്ലാം ആരാധിച്ചു വന്നു. കാലക്രമേണ ഈ നിമ്രോദ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി, നാളെ ഒരു പ്രളയമുണ്ടായി ഭൂമി നശിക്കാതിരിക്കാൻ, ഒരിക്കലും അങ്ങനെ ഉണ്ടായല്ലോ, അത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ആകാശത്തോളം എത്തുന്നൊരു കോട്ട, നമുക്കൊരു പേര്, ഒരു ബഹുനില മന്ദിരം, അതിൽ കയറി നിന്ന് രക്ഷപ്പെടണം. നമുക്കൊരു പേരുമുണ്ടാക്കുക. ഉൽപ്പത്തി 11 കാണും. അങ്ങനെ രക്ഷപ്പെടുവാൻ മനുഷ്യൻ ദുരന്തങ്ങളെ നേരിടാൻ ആദ്യം ചെയ്ത മാനുഷിക രക്ഷയുടെ വഴി ഈ ഗോപുരമാണ്. ചുരുക്കത്തിൽ ഈ സമൃദ്ധി സുവിശേഷത്തിൻ്റെ പ്രാക്തന രൂപമാണ് നമ്മൾ ഈ കണ്ടത്. രക്ഷപ്പെടണമെന്ന് എങ്ങനെങ്കിലും എല്ലാ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണം. പ്രോസ്പിരിറ്റി തിയോളജിയുടെ വക്താവ് ഈ നിമ്രോദ് തന്നെയാണ്. നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഒരു പേരും ഉണ്ടാക്കണം, നമുക്കൊരു ഗോപുരം ഉണ്ടാക്കണം. പക്ഷെ ദൈവം അവിടെ വന്ന് മനുഷ്യൻ്റെ ഭാഷ കലക്കി. ഇതൊക്കെ വായിച്ചിട്ടുള്ള ഭാഗമാണ്, ഓർമ്മയുണ്ടല്ലോ. അതുവരെ മനുഷ്യന് ഒരേ വാക്കും ഒരേ
ഭാഷയുമായിരുന്നു ഒരേ. നിങ്ങളിങ്ങനെ പറയുന്നറിയാം, നമ്മൾ ഈ തെക്കന്മാർ ഒരിക്കലും ഭാഷ എന്ന് പറയില്ല. ഭാഷ, ഭാര്യ, ഭർത്താവ്, ഭുജം, ഭിത്തി അല്ല, ഈ ലിപ്പ് കൂട്ടിയടിക്കണം. എങ്ങനെ പറയണ്ടേ? ഭാഷ. അത് ഭാഷയെന്നാകരുത്, ഭായുവാകരുത്. ഭാഷ. കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞതിൽ. ഇതിപ്പോൾ തെറ്റിയെന്ന് ഓർത്ത് അവിടെ നിത്യത പോകത്തൊന്നുമില്ല. എങ്കിലും ഭാഷയോടൊന്ന് നീതി പുലർത്താൻ എന്ത് ചെയ്യണം? ഭാഷ. ഇപ്പോൾ എല്ലാ പദങ്ങളും ഒരു ഭാഷയിൽ നിന്നുണ്ടായി. അതിനൊരു ഉദാഹരണം പറഞ്ഞ് നമ്മളങ്ങോട്ട് പോയാൽ പോരെ? സന്തോഷമല്ലേ? നമ്മളൊരാളെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ? ഒരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? പേര് ചോദിക്കും. ഈ പേര് എന്നതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? നെയിം. അതിന് സംസ്കൃതത്തിൽ എന്ത് പറയും? നാമം. ഹിന്ദിയിൽ എന്ത് പറയും? നാം. വ്യത്യസ്ത 3 ഭാഷയിലെ ശബ്ദത്തിന് ഒരൈക്യം വന്ന കണ്ടോ? നാം, നെയിം, നാമം. ഗ്രീക്കിൽ പറയുന്നത് ഒനോമ എന്നാണ്. എൻ ഒനോമ ഈസൂസ്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒനോമ അർത്ഥം എന്താ? നാമം. ഹീബ്രുവിലാണ് ഒരല്പം കട്ടി. അതിന് ഷെയും എന്നാണ് പറയുക പേരിന്. അതിന് ഇംഗ്ലീഷ് വേറെ അർത്ഥമുണ്ട്, ഷെയും. അറബിക്കിലേക്ക് വന്നാൽ ഷെം എന്നാണ് പറയുക. ഷെം, ഷെയും, നെയിം, നാം ഇതൊക്കെ പണ്ട് ഒരു പൊതുപൂർവികനിൽ നിന്നുണ്ടായി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നരവംശാസ്ത്രവും അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. എല്ലാ ഭാഷയും ഒരു ഭാഷയിൽ നിന്ന്. തെളിവ് മനസ്സിലായല്ലോ? ചിലർ ഉറങ്ങുന്നു, അവർക്ക് വേണ്ടി ഞാനൊരു തെളിവ് കൂടി പറയുക. 1 എന്നതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? 1. എങ്ങനെ എഴുതും? സ്പെല്ലിങ് പറഞ്ഞാട്ട് ONE. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് 1 വായിക്കാവുന്നു. വായിക്കാം നീ ശ്രദ്ധിച്ച്. ONE. 1, ON, 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 1, 1. പിടിയിട്ടിയല്ലോ. അതിനാണ് കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറഞ്ഞു, ഒന്നെന്നിങ്ങനെ എഴുതാം. കേട്ടിട്ടുണ്ടോ അത്? എന്നാൽ പഠിച്ചു. ഒന്നെന്നിങ്ങനെ എഴുതാം, കുത്തനെ ഒരു വര കുറിയ വര, വളവും വേണ്ട, ചെരിവും വേണ്ട, തിരിവും വേണ്ട, മറിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. BBS പഠിക്കണ്ട ഇതൊക്കെ? അറിയാമായിരുന്നു? കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയാണ്. ഒറ്റ ഒന്നേക്കൊണ്ട് അദ്ദേഹം എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചു ലോകത്തെ. ഒന്നെന്നിങ്ങനെ എഴുതാം, കുത്തനെ ഒരു വര കുറിയ വര, വളവും വേണ്ട, ചെരുവും വേണ്ട, തിരിവും വേണ്ട, മറിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. 1 പോട്ടെ, ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ തിരിച്ചു വരാം. എല്ലാ ഭാഷയും ഒരു പൊതുപൂർവികനിൽ നിന്നുണ്ടായി. അടുത്തത്, ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യൻ സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ചു പെറ്റുപെരുകി പ്രപഞ്ചം മുഴുവൻ നിറയണം. ഓൾഡ് ടെസ്റ്റമെൻ്റ് ആദ്യോടന്തം പരിശോധിച്ചാൽ ബാച്ചിലർ എന്നൊരു പദമില്ല. വിവാഹിതനാകണം, കുടുംബസ്ഥനാകണം, സന്താനപുഷ്ടിയുള്ളവനായി മനുഷ്യൻ പെരുകണം, പ്രപഞ്ചം മുഴുവൻ നിറയണം. ഒരിടത്ത് ഒതുങ്ങി നിൽക്കരുത്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ വക്താക്കളായി ഭൂമിയുടെ അതിരുകൾ മുഴുവൻ തൻ്റെ മക്കൾ ഉണ്ടാകണം എന്ന് ദൈവം കരുതി. നിമ്രോദ് പറഞ്ഞു, ചിതറരുത്, നമുക്കിവിടെ നിൽക്കണം, ഇവിടെ കൂടണം, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക. ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവ വഴി പോയവനെ വേട്ടയാടിപ്പിടിച്ച് സ്വന്തം തട്ടകത്തിൽ കൊണ്ടുവന്ന വീരൻ എന്ന അർത്ഥത്തിൽ ബൈബിൾ വിളിച്ചു. യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ, ഗട്ടോൾ, അമാനുഷികൻ. മനസ്സിലായില്ലേ? ഇവൻ ഒരു കാര്യം കൂടി ജനത്തെ പഠിപ്പിച്ചു. താൻ രാജാവായിരിക്കുന്നത് സൂര്യൻ്റെ നിയോഗമനുസരിച്ചാണ്. ബാൽ ദേവനാണ് തന്നെ അവരോധിച്ചിരിക്കുന്നത്.
തനിക്ക് പൂജകളർപ്പിക്കുന്നവൻ ബാലിനെ സ്തുതിക്കുന്നു. തനിക്ക് എന്തു ചെയ്യുന്നതും ബാലിലുള്ളതാണ്. ഇങ്ങനെ ജനത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത നിമ്രോദിൻ്റെ പത്നിയെക്കുറിച്ച് കൂടി പറയാനുണ്ട്. അവൻ്റെ ഭാര്യയുടെ പേര് കൂടി ഓർക്കണം. അവൻ്റെ ഭാര്യയുടെ പേര് ഒത്തിരി ഉണ്ട്. തൽക്കാലം നമുക്ക് 2 പേര് പഠിക്കാം. ഒരു പേര് സെമിറാമിസ് എന്നായിരുന്നു, സെമിറാമിസ്. മറ്റൊരു പേര് ഇഷ്ടാർ എന്നായിരുന്നു. കുറഞ്ഞ പക്ഷേ ഇഷ്ടാറും കൂടി ഓർത്തു. പ്രധാന പേര് സെമിറാമിസ്. സെമിറാമിസ് എന്ന ഇഷ്ടാർ, നോട്ട് കുറിക്കുന്നവർക്ക് ബാക്കി പേര് പിന്നാലെ പറയാം. സെമിറാമിസ് എന്ന ഇഷ്ടാർ നിമ്രോദ് എന്ന ബാൽദേവന്റെ പ്രതീകവും ഒരുമിച്ചവിടെ ഭരിക്കേ. അവർ ദേവതയും അയാൾ ദേവനുമായി. എന്നാൽ കാലമേറെ കഴിഞ്ഞപ്പോൾ ഈ നിമ്രോദ് കൊല്ലപ്പെട്ടു. അവന് തമൂസ് എന്നൊരു പേരുമുണ്ട്. അതാ ഇരമ്യാവിൽ കാണുന്നത്. 2 സ്ത്രീകൾ വിലപിച്ചു തമീസിനെ ചൊല്ലി. ആ പ്രയോഗം തമൂസ്. തോമസ് ഞാൻ പറഞ്ഞിട്ടില്ല. തമൂസ്. തമൂസ് ദേവന്റെ പത്നിയായി സെമിറാമിസ് അറിയപ്പെട്ടു. അയാൾ കൊല്ലപ്പെട്ട് കാലമേറെ കഴിഞ്ഞ് ഈ സെമിറാമിസ് അവളുടെ ദുർമാർഗവൃത്തിയിലൂടെ ഒരു പൈതലിന് ജന്മം കൊടുത്തു, ഒരു ശിശുവിന്. ആ ശിശുവിൻ്റെ പേര് നിനസ് എന്നായിരുന്നു. ഒരാൺകുട്ടി നിനസ്. താനൊരു ആൺകുട്ടിക്കു ജന്മം കൊടുത്തത് കണ്ട് നാടിളകി, സമൂഹം കലഹിച്ചു, വലിയ പ്രതിസന്ധി നാട്ടിൽ രൂപപ്പെട്ടു. കലാപകലുഷിതമായ അന്തരീക്ഷത്തോടെ അവർ രംഗത്തേക്ക് വരുമ്പോൾ ബുദ്ധിമതിയായ സെമിറാമീസ് അവരോട് പറഞ്ഞു, പ്രജകളെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഗർഭം ധരിച്ചു പ്രസവിച്ചത് ഒരശുദ്ധ സന്താനത്തെയല്ല, മറിച്ച് സാക്ഷാൽ ബാൽദേവൻ എൻ്റെ ഉദരത്തിലൂടെ തിരുപ്പിറവി കൊണ്ടാടിയിരിക്കുന്നു. ചിലർ വിശ്വസിച്ചു, ചിലർ എതിർത്തു. വിശ്വസിച്ചവരെ പുരോഹിതന്മാരാക്കി മാറ്റിക്കൊണ്ട് പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എതിർത്തവരെ വാളിൻ്റെ വായ്ത്തലയ്ക്ക് കൊന്നുകളഞ്ഞു. അങ്ങനെ ബാബിലോന്യ മതത്തിൽ ഒരു പുതിയ ദൈവം കൂടി സ്ഥാനം പിടിച്ചു. ബാലിനും നാനാറിനും മാർഡുക്കിനും ഇഷ്ടാർ ദേവതയ്ക്കും നിമ്രോദിനും ഇടയിൽ അടുത്തതായി സ്ഥാനം പിടിച്ചത് ഈ നീനസ് എന്ന കൊച്ചുകുട്ടിയായിരുന്നു. അപ്പോഴൊക്കെ വിവരമുള്ള ആളുകൾ ചോദിക്കും, രാജ്ഞി, എങ്ങനെയാണ് ഈ ബാൽദേവൻ നിന്നിലേക്ക് തിരുപ്പിറവിയെടുത്തത്? അവൾ പറയും, ജഡവാസമില്ലാത്ത മനുഷ്യർക്കേ അതിന് കഴിയൂ. ദാനിയേലിലുമല്ല പ്രയോഗം കാണാം. ബ്രഹ്മചര്യം ശീലിക്കുന്നവർക്കേ കഴിയൂ. അതുകൊണ്ട് ആ രഹസ്യം കണ്ടുപിടിക്കാൻ അവർ സന്യാസികളായ ബ്രഹ്മചാരികളെ വാഴിച്ചു. ഈ രഹസ്യം കണ്ടുപിടിക്കാൻ അവർ തങ്ങളുടെ മാല, അതിൽ 1001, 10,001, 25,000 തവണ മന്ത്രം ജപിച്ചുകൊണ്ട് ഓരോ മുത്തുകളിൽ സ്പർശിച്ചുകൊണ്ട് ഈ രഹസ്യം തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ മതത്തിനൊരു പേര് പറയും, ദ റിലീജിയൻ ഓഫ് മിസ്റ്ററീസ്, മർമ്മങ്ങളുടെ മതം, രഹസ്യങ്ങളുടെ മതം. ഈ രഹസ്യങ്ങളുടെ മതം അഥവാ മർമ്മങ്ങളുടെ മതം എന്നറിയപ്പെടുന്ന ബാബിലോന്യ മതത്തെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞുവിടാം. ഈ പ്രദേശങ്ങളിലൊക്കെ പഠനം നടത്തിയ പുരാവസ്തു ഗവേഷകർക്ക് കിട്ടിയ ചില തെളിവുകളുണ്ട്. അത് നിമ്രോദിനും ഇപ്പോൾ പിറവി കൊണ്ട നിനസിനും അപ്പുറത്തായി ഈ ഇഷ്ടാർ ദേവിക്കുമൊപ്പം ഈ 3 ആളുകളും ഒരുമിച്ചിരിക്കുന്ന കരിങ്കൽ ശില്പങ്ങൾ, മറ്റ് വെണ്ണക്കല്ലുകളിൽ തീർത്ത ശില്പങ്ങൾ, സ്വർണത്തിലും വെള്ളിയിലുമൊക്കെ തീർത്ത നിരവധി ശില്പങ്ങൾ അവർക്ക് കിട്ടി. ഈ ശില്പങ്ങളുടെ പ്രത്യേകത, അപ്പനായ നിമ്രോദ്, അപ്പുറത്ത് സെമിറാമിസ് എന്ന ഇഷ്ടാർ, നടുവിൽ നിനസ് എന്ന ഈ ദേവൻ. ഈ നിനസ് സൂര്യദേവനെന്ന് വരുത്തി തീർക്കാൻ നിനസിൻ്റെ മുഖത്തിനു ചുറ്റും
ഒരു സൂര്യവലയം മഞ്ഞ നിറത്തിൽ. ഇവരെ ബാൽദേവൻ്റെ അനുഗ്രഹത്താൽ ഇവരും നിലകൊള്ളുന്നു എന്നറിയാൻ ഇവരുടെ മുഖത്തിനു ചുറ്റും ഒരു മഞ്ഞ വെളിച്ചം അതും വരച്ചു വച്ചു. ഒരു ഘട്ടത്തിൽ 56 പരം യാഗപീഠങ്ങളും ആരാധനാ സ്ഥലങ്ങളും 186 പരം യാഗപീഠങ്ങളും ബാബിലോണിൽ ഉണ്ടായിരുന്നതായി ചരിത്രം സാക്ഷിക്കുന്നു. അങ്ങനെ ആ മണ്ഡലങ്ങളിൽ ഇന്നും ഉത്ഖനനം ചെയ്തെടുക്കുന്ന തെളിവുകൾ ഇങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞുമിരിക്കുന്ന നിരവധി രൂപങ്ങൾ നമുക്ക് മുമ്പിൽ തരുന്നു. അതുകൊണ്ട് ഇങ്ങനെ അപ്പനും അമ്മയും ഒരു കുഞ്ഞുമിരിക്കുന്ന ചിത്രം വാഹനങ്ങളിലോ പൊതുവഴിയോരത്തോ നമ്മൾ സഞ്ചരിക്കുന്ന വീടുകളിലോ എവിടെങ്കിലും കണ്ടാൽ അപ്പോഴേ അറിഞ്ഞിരിക്കണം, അവൻ ഔസേപ്പല്ല, അത് മറിയയുമല്ല, അത് ഉണ്ണിയേശുവല്ല, അയാൾ ബാബിലോന്യ ബാൽദേവനാണ്. ഈ കുട്ടി നിനസ് ആണ്, ജാരസന്തതിയാണ് അവളുടെ. ഇവൾ സെമിറാമിസാണ്. ഒരിക്കലായി അറിയാതെ നമ്മളിൽ ചിലർ അവളെ വണങ്ങിയെങ്കിൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ജനമായുള്ളവരെ, അവളോട് മലിനപ്പെടാതെ, അവളോട് ചേരാതെ, അവളെ ആരാധിക്കാതെ വിട്ടുപോരുവീ. കൃപയാൽ അവളെ വിട്ടിറങ്ങാൻ ഭാഗ്യം ലഭിച്ച വലിയൊരു ജനാവലി ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഈ മേഖല മുഴുവനുണ്ട്. ഒറ്റക്കിറങ്ങിയപ്പോൾ നമുക്കുണ്ടെന്നുണ്ടായിരുന്ന ആ സന്തോഷം ഇന്നും അണുവിട കുറയാതെ നമ്മുടെ കൂടെ നിലനിൽക്കുമ്പോൾ ലോകം നമ്മെ ഭ്രമിപ്പിച്ചു എങ്കിലും ഞാൻ ഇറങ്ങിത്തിരിച്ചത് ശരിയായിരുന്നു എന്ന് ഇന്നും നമുക്ക് ബോധ്യം വരുന്നു. അന്തരാത്മാവ് നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നു. ചിലരൊക്കെ തിരിച്ചു പോയി പോകുന്നൊരു പോട്ടെ, അതിനാണ് നമ്മൾ വാപ്പസി, വചനത്തിലേക്ക് മടങ്ങുക എന്ന് ജനത്തെ ബോധിപ്പിക്കുന്നത്. മനസ്സിലായില്ല? ഇവൾ ആരാണ് കക്ഷിയെന്ന് പൂർവ്വചരിത്രം മനസ്സിലായില്ലേ? അന്ന് മുതൽ ഈ പട്ടണത്തോട് ദൈവം കലഹിച്ചു. ഇടയ്ക്കുള്ള ചരിത്രമൊന്നും എൻ്റെ വിഷയമല്ല, സാറ് അതൊക്കെ വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട്. 70 ഹെപ്റ്റാർട്സൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിലൊക്കെ വരും അത് ദാനിയേൽ പ്രവചന സംഭവങ്ങൾ. ഇനി ഇത്തരമൊരു സ്ത്രീയെക്കുറിച്ച് അവൾ കൈക്കൊണ്ടൊരു പുതിയ രൂപവും ഭാവവും നമ്മൾ ഇക്കാലഘട്ടത്തിൽ കാണാം. ഞാൻ വാക്യം എടുത്ത് വായിപ്പിക്കാത്തതൊന്നും സമയക്കുറവുണ്ട്. 2, നിങ്ങൾക്കതുമായിട്ട് ടച്ച് വേണം. തീർച്ചയായിട്ടും ഈ നാളുകളിൽ അത് വായിച്ചു കൊള്ളണം. അതുകൊണ്ട് എടുത്തെടുത്ത് വായിപ്പിക്കാതെ ഇൻഫർമേഷനാണ് ഞാൻ തരുന്നത്. അത് ഒരു തവണ കൂടി വായിക്കുമ്പോൾ കാര്യം ബോധ്യം വരും. ഇവിടെ 17-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് വേറൊരു രൂപമാണ്. ഈ സ്ത്രീയുടെ ഒരു നവീന രൂപമാണ്. ഇതാരാണ് ഈ സ്ത്രീ? ഇന്ന് ക്രൈസ്തവം എന്ന ലേബലിൽ ക്രിസ്തീയമെന്ന രൂപത്തിൽ ബൈബിളികം എന്ന നാട്യത്തിൽ നമ്മുടെ നാട്ടിൽ വ്യാപരിക്കുന്ന, നമുക്ക് കൺമുമ്പിൽ വ്യാപരിക്കുന്ന സംഘടിത ക്രിസ്തുമതത്തെയാണ് 17-ാം അധ്യായം മഹദിയാം ബാബിലോൺ എന്ന് വിളിക്കുന്നത് എന്ന് സ്പഷ്ടമാണ്. അത് വെറുതെ പറഞ്ഞു വിടുന്നതല്ല, അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ആ തെളിവുകൾ കെട്ടിച്ചമച്ചവയല്ല എന്ന് ബോധ്യം വരും ദൈവമക്കൾക്ക്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു 2-3 കൊല്ലം മുമ്പ് മഞ്ചേരിയിൽ ഒരു അലവി അച്ഛനുണ്ട്. അവിടെ ഇസ്ലാമിക സഹോദരന്മാരുമായി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നല്ലൊരു സ്നേഹ സംവാദം എന്നൊക്കെ അതിന് പറയുന്നു. നമ്മൾ സ്നേഹിച്ചിരുന്നില്ല, നമ്മുടെ തല പോക്കാവ് വേറെ കാര്യം. അത് നമ്മൾ സ്നേഹിച്ചോണതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാനൊക്കെ വലിയൊരു ആഗ്രഹമുണ്ട്. വായിച്ചറിഞ്ഞൊരു വലിയ മനുഷ്യൻ. അദ്ദേഹം വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെന്നു. എനിക്ക് അതിനുള്ള വലിയ പ്രാപ്തിയുള്ള ആളല്ല. ക്ലാസ്സിലെല്ലാം പങ്കുകൊണ്ടു. അന്ന് എൻ്റെ ജോലി ചില ഹീബ്രു പദങ്ങളൊന്ന് വിശദീകരിക്കുക. വലിയ പണ്ഡിതന്മാരവിടെ ഉണ്ട്, അവർ ബാക്കിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാനവിടെ ചെന്നു. ആളിൽ ഒരു ബുക്ക് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഇസ്ലാമിക സഹോദരങ്ങൾ. അതിൽ ഒരു മുഹമ്മദ് ജബ്ബാർ എഴുതിയ ക്രൈസ്തവികതയുടെ വർത്തമാനം എന്നൊരു പുസ്തകം ഉണ്ടാകും. നമുക്കെതിരെയുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകം അവർക്ക് എഴുതാൻ നിയമതടസ്സമൊന്നുമില്ല. അങ്ങനെ ഒരു രാജ്യത്താണ് അവർ പാർക്കുന്നത്, പ്രശ്നമില്ല. അപ്പോൾ ഈ പുസ്തകം കണ്ട് എനിക്കൊരല്പം പ്രയാസം തോന്നി. കാരണം അതിന് അവതാരിക കുറിച്ചിരിക്കുന്നത്
കൽദയ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ മാർ അപ്രയം തിരുമനസാണ്. തിരുമനസിൽ എഴുതിയിരിക്കുകയാണ്, ബൈബിളിനെ സംബന്ധിച്ച് എനിക്ക് ഒട്ടേറെ ആശങ്കകളുണ്ടായിരുന്നു. ശ്രീ ജബ്ബാറിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ സെമിനാരിയിൽ പഠിച്ചതിനേക്കാൾ അധികം അറിവുകൾ എനിക്ക് കിട്ടി. മാത്രമല്ല, ഈ വെളിപ്പാട് പുസ്തകം ഫ്രെയിം ചെയ്തെടുത്തൊരു കഥയാണെന്ന വസ്തുത ജബ്ബാറിൻ്റെ പുസ്തകത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ സഭയിലെ ഇടവകാംഗങ്ങളുടെ വായന പട്ടികയിൽ നിന്ന് എത്രയും വേഗം അത് നീക്കം ചെയ്യാൻ ഞാൻ ഇടയലേഖനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ആരാ? ബിഷപ്പ്. ഞാനോർത്ത് നമ്മൾ ഈ ജബ്ബാറിനെ അല്ലല്ലോ കണ്ണിക്കേണ്ട, അദ്ദേഹത്തെ വെറുതെ വിട്. അദ്ദേഹത്തിൻ്റെ ജോലിയായി ചെയ്ത് അദ്ദേഹം വിശ്വസിച്ച തത്വസംഹിതയോട് നീതി പുലർത്തിയിരിക്കുകയാണ്. ഒരു തെറ്റും അദ്ദേഹത്തെ പറയാനില്ല. അദ്ദേഹത്തെ വെറുതെ വിട്. ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണനം മുഴുവൻ ഇദ്ദേഹത്തോടാണ്. എനിക്ക് എന്നിട്ടും ആ സങ്കടം തീരാഞ്ഞ ഞാൻ വീട്ടിൽ വന്ന് ഒരു നല്ല കത്തെഴുതി അദ്ദേഹത്തിന്. ബഹുമാനപ്പെട്ട തിരുമനസേ, അങ്ങ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ വെളിപ്പാട് പുസ്തകം ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെപ്പോലെ ചില പോട്ടന്മാർ ഈ രാജ്യത്തുണ്ട്. സമ്മതിക്കത്തില്ലേ നമുക്കത്? അദ്ദേഹം വലിയൊരു ബുദ്ധിമാനാണ്, നമുക്കത്ര അറിവൊന്നുമില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരാണ് ക്രിസ്തീയതയുടെ യഥാർത്ഥ വക്താക്കൾ. കാരണം ഈ പുസ്തകം മുഴുവൻ വിശ്വസിക്കുന്ന ഒരു പൊട്ടനെ പോലെ. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. ദയവായി ഒന്ന് കാലം ചെയ്ത് സഹായിക്കണം. കാലം ചെയ്ത് സഹായിക്കണം. ഇങ്ങനെ കുറേ പേര് കാലം ചെയ്യാതെ നമ്മുടെ ഈ നാട് രക്ഷപ്പെടത്തില്ല. അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, എന്തുകൊണ്ട് ഈ ആത്മഹത്യ പെരുകുന്നു? അതൊക്കെ എൻ്റെ സിമ്പിൾ റീസൺ പറയാ. ആത്മഹത്യ ചെയ്യേണ്ട പലരും ചെയ്യുന്നില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തവൻ ചെയ്യേണ്ടി വരുന്നു. ചാകേണ്ടവൻ പലതും ചാകുന്നില്ല. കാലം ചെയ്യേണ്ട നേരം കഴിഞ്ഞു. ക്രിസ്ത്യാനി എന്ന് പറയുകയും അന്താരാഷ്ട്ര വേദികളിൽ അതിനാൽ കിട്ടുന്ന സകല ആനുകൂല്യങ്ങളും കരഗതമാക്കുക. ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് സഹായിക്കുക, സ്ഥാപനം പിടിക്കുക, കോളേജ് പിടിക്കുക, ഇതൊക്കെ കിട്ടണം. ക്രൈസ്തവികതയുടെ ആ സുഖം പരമാവധി ആസ്വദിക്കണം. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ബൈബിളിനെ തള്ളുക, ക്രിസ്തുവിനെ തള്ളുക, വെളിപ്പാട് പുസ്തകത്തെ തള്ളുക, അത് വഞ്ചനാപരമല്ലേ? എന്തുകൊണ്ട് ആ പുസ്തകത്തിൽ മാത്രം തൊടുന്നു? പരിശോധിക്കണം. ആ പുസ്തകം വരാനിരിക്കുന്ന ലോകത്തിൻ്റെ ഭാവിയുടെ വെളിപ്പാടാണ്. നമ്മുടെ മുമ്പിൽ അവൻ വരച്ചു കട്ടിരിക്കുന്ന ഏറ്റവും സനാതനമായ അൾട്ടിമേറ്റ് ട്രൂത്താണ്, ആത്യന്തിക സത്യമാണ്. അത് വേണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ എസൻസ് വേണ്ടെന്നാണ് അവർ പറയുന്നത്. പോട്ടെ, ഞാൻ ഒത്തിരി അത് പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നു സംഘടിത ക്രിസ്തുമതമാണ് മഹദിയാം ബാബിലോൺ? ഒറ്റ വാക്കിൽ അതിനെ ഇങ്ങനെ സംക്ഷേപിക്കാം. AD 325 വരെയുള്ള സഭയുടെ ചരിത്രം ആവേശഭരിതവും തീവ്രവും വചനാധിഷ്ഠിതവുമായിരുന്നു. വേണമെങ്കിൽ കുറേ 1-ാം നൂറ്റാണ്ട് മുതൽ സത്യസഭ ഇവിടെ ഉണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ട്. സത്യവിശ്വാസിക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അവൻ്റെ ആ ത്രെഡ്, ശരിയായി വിശ്വസിക്കുന്നവൻ്റെ ആ ത്രെഡ് യേശു പഠിപ്പിച്ച കാലം മുതൽ ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാത്ത ലോകത്ത് ഇവിടേക്കും ഉണ്ട്. പക്ഷേ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനിറ്റി AD 312 മിലാൻ വിളംബരത്തിൽ തുടങ്ങി 325 ആകുമ്പോഴേക്കും ഏതാണ്ട് കറക്റ്റഡായി. എന്താണ് ഈ മിലാൻ വിളംബരം? ഇതേക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് പറയുന്ന ഒരാൾ കാനോച്ചനാണ്. മിലാൻ ഡിക്രി, മിലാനിൽ വെച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നടത്തിയ ഒരു വിളംബരം. റോം ഭരിച്ചിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു പൊതു ഉത്തരവിറക്കി ക്രിസ്ത്യാനികളോട് തോന്നിയ ഒരു സഹതാപം. അതെ, കുസ്തന്തിനോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മലയാളം. കുസ്തന്തിനോസ്, കോൺസ്റ്റന്റൈൻ അഥവാ കുസ്തന്തിനോസ്. കോൺസ്റ്റാന്റിനോപ്പിൾ, ആ പേരൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് സ്ഥലത്തിന്. പൗരസ്ത്യ റോമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. പാശ്ചാത്യ റോമിൻ്റെ ഇറ്റലിയാണ്. അപ്പോൾ ഈ കോൺസ്റ്റാന്റൈൻ ചക്രവർത്തി ഉത്തരവിട്ടു, അതുവരെ ക്രിസ്തീയ മാർഗം പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കാനോ ദൈവമകനായിരിക്കുന്നതോ ഒക്കെ കടുത്ത പീഡയിലൂടെ നമ്മൾ കടന്നുപോയി. ഏതാണ്ട് 10 റോമൻ ചക്രവർത്തിമാർ നമ്മെ പീഡിപ്പിച്ച രീതികൾ ഒരു പൊതുജന സമക്ഷം വിശദീകരിക്കാനാവാത്തതിനപ്പുറത്തായിരുന്നു. ഞാൻ പറയും, ലോകത്ത് ഏറ്റവും അധികം രക്തസാക്ഷികളുണ്ടായ മാർഗം യേശുവിൻ്റെ മാർഗമാണ്. എനിക്കൊന്ന് നമ്മുടെ സഭകളിലൊക്കെ ഈ സഭാചരിത്രം കൂടി പഠിപ്പിക്കണം. നമ്മൾ ഒറ്റപ്പെട്ടു വന്നവരല്ല,
വലിയ ചരിത്ര പൈതൃകമുള്ള ആളുകളാണ്. നമ്മെപ്പോലെ ചരിത്ര പൈതൃകമുള്ള ഒരു ജനതയും ലോകത്തിൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതൊരു പുതിയ സഭയും പ്രസ്ഥാനമൊന്നുമല്ല, ഇത് വളരെ പഴക്കമുള്ളതാണ്. അങ്ങനെ അനുഭവങ്ങളിലൂടെയാണ് വന്നത്. അന്ന് കൊന്ന രീതികളൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു പാട്ട് ഇന്ന് നിർത്തിക്കളയും. ഏതാ പാട്ടെന്നറിയണ്ടേ? ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ ഇനി പോരട്ടെ നമ്മൾ പാടും. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം അറിഞ്ഞാൽ പിന്നെ ആരും ഇത് പാടുകയല്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, സിംഹങ്ങളുടെ മുമ്പിൽ എറിയപ്പെട്ടു, ചീഞ്ഞഴുകിയ മൃതദേഹത്തെ ജീവനുള്ള മനുഷ്യനോട് ചേർത്ത് ചോര വറ്റാത്ത മൃഗത്തിൻ്റെ തോലിൽ വെച്ച് പൊതിഞ്ഞ് മരുഭൂമിയിലെ ചൂടിൽ വെച്ച് ഉരുക്കി ഉണക്കിയെടുത്തു. ദുർഗന്ധം വമിക്കുന്ന ശവശരീരവും മനുഷ്യനും തമ്മിൽ ഒട്ടിച്ചേർന്ന് പിണഞ്ഞു കിടന്ന് അവിടെ കിടന്ന് മരിച്ചു. റോമിൽ കൊലക്കളം എന്നൊരു സ്ഥലമുണ്ട്, കൊളോസിയം. അർത്ഥവൃത്താകൃതിയുള്ളൊരു സ്റ്റേജാ. ആഴ്ചകളോളം ആഹാരം കൊടുക്കാതിട്ടിരിക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ആളുകളെ തള്ളിവിട്ടു. അവിടേക്ക് ജീവനുള്ള മനുഷ്യനെ ഇരുമ്പ് ദണ്ടിലേക്ക് പിന്നിലേക്ക് കൈവലിച്ച് കെട്ടിയിട്ട് ശരീരവാസകലം മെഴുകു മുക്കിയ ലിനൻ തുണിയിൽ ചുറ്റി മുകളിൽ നിന്ന് തീ കൊടുത്ത് ഒരു ഇരുമ്പ് വളയം മുകളിൽ വെക്കും, വിളക്ക് പോലെ കത്താൻ. കത്തിക്കത്തി താഴേക്കിറങ്ങുന്നതിൻ്റെ അനുസരിച്ച് ഈ ജ്വാലകൾ മുകളിലേക്ക് രക്തത്തിൻ്റെയും ഈ മെഴുകിൻ്റെയും അവൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെയും ആ ഇന്ധനം വലിച്ചെടുത്ത് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും മെഴുക് കൂടി ഒഴിക്കും. ഇങ്ങനെ പിടയുന്നതൊക്കെ കാണുന്നത് അവർക്ക് വലിയ സന്തോഷമാണ്. ക്രൂരമായ ഈ കാഴ്ചകൾ കാണുമ്പോൾ അതിൻ്റെ നടുവിൽ കലാപ്രകടനങ്ങൾ ആസ്വദിക്കുക 8ഉം 10ഉം ദൈവമക്കളെ ഇങ്ങനെ വെച്ച് കെട്ടി മൃഗങ്ങളുടെ മുമ്പിലേക്ക് നമ്മെ എറിഞ്ഞുകൊടുത്തു. പൗലോസ് പറയുക, ഞാൻ എബസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു, അതിശക്തമായ പോരുകൾ നമുക്ക് നേരിട്ടു. നമ്മെപ്പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു മാർഗവും ലോകത്തില്ല. മാസങ്ങൾ ധാന്യമണി കൊടുക്കാതെ വളർത്തുന്ന വെള്ള നിറമുള്ള ഒരുതരം എലികൾ അവിടെയുള്ളവയാണ്. ഈ വെള്ള നിറമുള്ള റോമിലെ എലികളെ കുടത്തിലടച്ച ശേഷം മനുഷ്യൻ്റെ ഉദരത്തോട് ചേർത്ത് വെച്ച് കെട്ടും. അങ്ങനെ ആഴ്ചകൾ ആഹാരം കിട്ടാത്ത എലികൾ മനുഷ്യൻ്റെ ശരീരം തുരന്ന് പറിച്ചകത്ത് കിടന്ന് അവ പുറത്തേക്ക് ചാടും. സുഷിരങ്ങളുണ്ടാക്കി വായിലൂടെ, അല്ലെങ്കിൽ സുഷിരങ്ങളൊക്കെ ശരീരത്തുണ്ടാക്കി പുറത്തു ചാടും. ഈ എലിയുടെ നിറം നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാമോ? ഈ ഓടുന്ന എലികളെ കാണുന്നത് അവർക്ക് വലിയ സന്തോഷമാണ്. അതുകൊണ്ടാണ് ബൈബിൾ ഇരുമ്പ് പല്ലുള്ള മൃഗമായി റോമൻ യുഗത്തെ വിശേഷിപ്പിച്ചത്. ഇരുമ്പ് യുഗം, വളരെ വീര്യമുറ്റവരുടെ ആ യുഗം. ഇതൊക്കെ അനുഭവിച്ച നമ്മൾ ജയാളികളായിട്ടാണ് ഇവിടെ വരെ വന്നത്. സ്തോത്രം. അന്നത്തെ സഭകളിൽ ഇങ്ങനെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ പറയുന്നതാണ് ഈ സാക്ഷ്യം എന്ന പേരിൽ ഉണ്ടായത്. അതായിരുന്നു സഭായോഗത്തിലെ സാക്ഷ്യം. അത് നമ്മൾ ഏത് പരുവത്തിലാക്കി എന്നോർത്ത്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നിലവിളക്ക് എടുത്ത് കളയുകയും ചെയ്യും. സാക്ഷ്യം അങ്ങനെ ഒന്നാണ്. എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടൊക്കെ കണ്ട് കോൺസ്റ്റന്റൈന് മനസ്സലിവ് തോന്നി. അയാൾ ക്രിസ്ത്യാനിറ്റിയെ ഒരു സ്വാതന്ത്ര്യമുള്ള മതമായി പ്രഖ്യാപിച്ചു. പള്ളികൾ പണിയാം, ആരാധിക്കാം. കാലക്രമേണ ഹെലന എന്ന കോൺസ്റ്റന്റൈൻ്റെ ഭാര്യയും കോൺസ്റ്റന്റൈനും വിശ്വാസികളായി മാറി. ഇതിനിടയ്ക്ക് എനിക്കും ഒരു ചിന്താക്കുഴപ്പം. ഈ ഹെലന അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നെന്നും അല്ല അമ്മയായിരുന്നെന്നും ഒരു വാദമുണ്ട്. ഒരു കാര്യത്തിൽ ഉറപ്പിക്കാം, അവരൊരു സ്ത്രീ ആയിരുന്നു, ആ കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എനിക്കറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഹെലനയായിരുന്നു പിൽക്കാലത്ത് ഈ ക്രിസ്തീയ പ്രചരണത്തിൽ വളരെ മുൻതൂക്കം കൊടുത്തത്. ഹെലനയും കോൺസ്റ്റന്റൈനും ചേർന്ന് ഈ മാർഗം സ്വീകരിച്ചതോടെ ആ നാട്ടിലെ ആളുകളൊക്കെ ധാരാളം പേർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. റോമിലെ അടിമകൾ പലരും, അതുപോലെ റോമിലെ പടയാളികൾ പലരും ഈ മാർഗം സ്വീകരിച്ചു വന്നു. അപ്പോൾ റോമിലെ പുരോഹിതന്മാർ ചിലർ ആ മാർഗം സ്വീകരിച്ചു വന്നു. റോമിലെ ഈ പുരോഹിതന്മാർ അവരുടെ ശ്രേഷ്ഠനെ വിളിക്കുന്ന പേരാണ് പൊന്റിഫിക്സ്. പൊന്റിഫിക്സ് കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം തന്നെ പാലം പണിയുന്നവനാണ്. വലിക്കുന്നവൻ എഴുതരുത്. പൊന്റിഫിക്സിൻ്റെ അർത്ഥം എന്താ? പാലം പണിയുന്നവൻ. ആരോട്? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ പാലം തീർക്കുന്നവൻ. ഈ പൊന്തിഫിക്സുകൾ പലരും ഈ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ചു വന്നു. ആ പൊന്റിഫിക്സ് എന്നുള്ള ഭാഷ തന്നെ നോക്കിയാൽ ലാറ്റിനാണ്. അവർ പലരും ഈ മാർഗം സ്വീകരിച്ചു വന്നു. ക്രമേണ ഈ പൊന്റിഫിക്സുകൾക്ക് ആ മതത്തിൽ കിട്ടിയ അതേ പരിഗണന ഇവിടെ കിട്ടണമെന്ന ശാഠ്യമുണ്ടായി. അവർ ചെറുകിട പുരോഹിതന്മാരുടെ മേലധികാരികളാണ്. ഈ പൊന്റിഫിക്സുകൾ കാലക്രമേണ
ആചാരം കൊണ്ട് അനുഷ്ഠാനം കൊണ്ട് റോമൻ പാഗൺ മതത്തിൻ്റെയും ബാബിലോന്യ മതത്തിൻ്റെയും അവശിഷ്ടങ്ങളെ കുത്തി നിറച്ച് സത്യസഭയുടെ രൂപവും ഭാവവും അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇത് യാദൃച്ഛിക സംഭവമല്ല, യോഹന്നാൻ പ്രവചിച്ചിരുന്നു. എന്താണ് യോഹന്നാൻ പ്രവചിച്ചിരുന്നത്? വേശ്യാവൃത്തി ചെയ്തവൾ, പരസംഗം ചെയ്തവൾ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആലങ്കാരിക ഭാഷയനുസരിച്ച് എന്താണ് ഈ പരസംഗം? ഭർത്താവ് ഉണ്ടായിരിക്കെ ജാരന സ്വീകരിക്കുക. നമുക്കൊരു കാന്തനുണ്ട്, അത് യേശുവാണ്. യേശു എന്ന കാന്തനെ നിരാകരിച്ചിട്ട് മറ്റൊരാളെ കൈക്കൊള്ളുന്ന ആ പ്രാകൃതവും അവിശ്വസ നിറഞ്ഞുമായ പ്രക്രിയയ്ക്ക് ബൈബിൾ പേരിട്ടു പരസംഗം. ഈ പരസംഗത്താൽ ക്രിസ്ത്യാനിറ്റി പോയ ഇടത്തൊക്കെ അവിടെ കണ്ട ദേവന്മാരെ വണങ്ങി, അവരെയൊക്കെ സ്വീകരിച്ചു. ഒരു പൊതുജന സമക്ഷം പ്രസംഗിച്ചു കൂടാത്ത വിധത്തിൽ വൃത്തിഹീനമായ ആചാരങ്ങൾ, അനാചാരങ്ങൾ ഇന്ത്യയിൽ നിന്ന് അവർ കടം കൊണ്ടില്ലേ? ഇന്ത്യയിൽ കാണുന്ന ഈ താലികെട്ടും മിന്നുകെട്ടുന്ന പരിപാടികളുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പ്രാകൃത ആചാരത്തിൻ്റെ ഒരു പൊതുജന സമക്ഷം പ്രസംഗിക്കാനാവാത്ത വിധം വൃത്തിഹീനമായ കഥകൾ കൊണ്ട്, അസാൻമാർഗ വൃത്തി കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്കിപത്രമാണ്. ഇതെല്ലാം സ്വീകരിച്ച് സ്വയം മലിനയായ സംഘടിത ക്രിസ്തുമതത്തെ ബൈബിൾ വിളിച്ചു മഹതിയാം ബാബിലോൺ. പിന്നെ അതിനെ അമ്മയെന്ന് വിളിച്ചത് വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ്. രൂപം കൊണ്ട് അത്രത്തോളം വരില്ലെങ്കിലും ഏതാണ്ട് അവളോട് കിടപിടിക്കുന്ന ബൈബിളിലില്ലാത്ത ഉപദേശ വിഷയങ്ങളാൽ ഒരു പ്രസ്ഥാനം കെട്ടിപ്പൊക്കി ആക്കി തീർത്തിരിക്കുന്ന സമസ്വഭാവമുള്ള ഇതര ക്രൈസ്തവ സഭകളെ മുഴുവൻ ചേർന്ന് വിളിക്കുന്ന പേരാണ് വേശ്യമാർ. അവരുടെ ഡെറിവേഷൻ, അവരുടെ ഉത്ഭവം, അവരുടെ ഒറിജിൻ അത് ഈ സംഘടിത ക്രിസ്തു മതത്തിൽ നിന്നാണ് എന്ന് കൃത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടുന്ന് റിഫോംഡ് ആൻഡ് റിഫൈൻഡ് ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെട്ടു വന്നു. ആ റിഫൈൻഡ് കമ്മ്യൂണിറ്റിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു ആരാണിവൾ, ഈ വേശ്യ ആരാണ്, പരസംഗം ചെയ്ത ആ സ്ത്രീ ആരാണ്. ഇനിയും ചില വ്യക്തതകൾ നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. 17-ന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. അയ്യോ, ഞാൻ മുമ്പ് പറഞ്ഞല്ല, അതിൽ വന്നു ഭൂമിയിലെ രാജാക്കന്മാരോട്, ഓരോ രാഷ്ട്രങ്ങളിൽ കണ്ട ഇടപാടുകളോട്, ഓരോ രാഷ്ട്രങ്ങളിലെ മതങ്ങളോട്, ആ മതങ്ങളിൽ നിന്നെല്ലാം അല്പാൽപ്പം എടുത്തുണ്ടാക്കിയ സിൻക്രറ്റിക് റിലീജിയൻ, സങ്കര മതം, മിശ്രമതം, ബൈബിളിലില്ലാത്തതല്ലേ ഈ ക്രിസ്ത്യാനിറ്റി ഇന്ന് പ്രചരിപ്പിക്കുന്നതല്ല, അവിടുന്നൊക്കെ സ്വീകരിച്ച ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യവൃത്തി ചെയ്ത് ആ ആ ആ ആ ആ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുക. ഈ പെരുവെള്ളം എന്താ താഴെ കിടപ്പുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ നീ കണ്ട പെരുവെള്ളം ജാതികളും വംശങ്ങളും പുരുഷാരവും അത്രേ. സകല സമൂഹത്തെയും സകല ജാതികളെയും, ജാതികൾ എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രങ്ങളാണ്, നേഷൻസ്, സകല രാഷ്ട്രങ്ങളെയും തൻ്റെ വേശ്യവൃത്തിയുടെ മധ്യത്താൽ മത്തയാക്കിയ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന ഈ മഹാവേശ്യ എന്നവളെ വിളിക്കുക. അതിൻ്റെ കാരണം ഉലകത്തിലെല്ലാ റിലീജിയനുമായും എല്ലാ വിശ്വാസ സംഹിതകളുമായും ഒടുവിൽ ദൈവമില്ല എന്ന് പറയുന്ന വിഭാഗങ്ങളുമായി പോലും കരം കോർക്കാൻ തയ്യാറെടുത്തുകൊണ്ട് ഒരു മാർഗം നിൽക്കുന്നു. ഒടുവിൽ അവളെ ചുമക്കുന്നൊരു മൃഗത്തെ നമ്മൾ കണ്ടു. ആ മൃഗത്തിൻ്റെ പ്രത്യേകത, അവന് 10 കൊമ്പുണ്ട്, 7 തലയുണ്ട്, കൊമ്പുകളിൽ 10 രാജമുടിയുണ്ട്. ഇതിൻ്റെയൊക്കെ വിശദാംശം ദൈവവൃത്യന്മാർ അടുത്ത ദിവസം നമുക്ക് തരും. എന്നാൽ ഒന്ന് പറഞ്ഞാൽ നിർത്തട്ടെ, ഇങ്ങനെയുള്ള ഈ സ്ത്രീ, അവളെ ചുമക്കുന്ന ആ സ്ത്രീയെയും അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് യോഹന്നാനോട് പറയുക. എൻ്റെ അത്ഭുതം, ജഡവാസമില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ വെളിപ്പെടൂ എന്ന് അവൾ പഠിപ്പിച്ച വ്യാജം പൊളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്മോസിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനെ വിളിച്ചിട്ട് പറയുക, ഞാൻ പറഞ്ഞു തരാം നിനക്ക് അതിൻ്റെ രഹസ്യം, അവൾ മൂടി വെച്ച രഹസ്യം ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം, വരിക. ഇതിൽ യോഹന്നാൻ ആശ്ചര്യപ്പെട്ടു. ഈ ആശ്ചര്യം നമ്മുടെ കൂടെ ആശ്ചര്യമാണ്. കാരണം ഞാൻ ഇവളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇവളെ ഇവിടെ പ്രതീക്ഷിച്ചില്ല, ഇവളാണിതെന്ന് ഞാൻ ധരിച്ചില്ല. അവിടെയാണ് എനിക്ക് ആശ്ചര്യം തോന്നിയത്. അപ്പോൾ ദൂതൻ പറയുക, നീ ഇതിങ്കൽ ആശ്ചര്യപ്പെടുന്നതെന്ത്?
ഞാൻ ബോധ്യപ്പെടുത്തി തരാം. എങ്ങനെ? സാമൂഹ്യ സേവനമുണ്ട്, എല്ലാത്തരം മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും പറയാറുണ്ട്, നന്മ മാത്രം പ്രസംഗിക്കാറുണ്ട്, ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള അവളെ വേശ്യ എന്ന് വിളിക്കാമോ, മ്ലേച്ഛത പ്രവർത്തിക്കുന്നവൾ എന്ന് വിളിക്കാമോ? ലോകത്തിൽ ഒരു ദൈവമകന് വേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവമകനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യം അവൻ ഒരു ദൈവമേ പാടുള്ളൂ. ആ ഒരു ബോധ്യം വിട്ടു ബാക്കി എന്തൊക്കെ ചെയ്താലും അതിന് ന്യായമില്ല. വചനം പറയും, നീതിപ്രവർത്തികൾ കറപുരണ്ട തുണി പോലെയാകുന്നു. അങ്ങനെയെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കുക, ഓർഫനേജുകളും സ്ഥാപനങ്ങളും അവൻ ചെയ്ത നന്മയ്ക്കായി ചെയ്യുന്നതൊക്കെ കറപുരണ്ട തുണിയാണെങ്കിൽ പ്രധാനപ്പെട്ടതിൽ ചിലർ തോറ്റുപോയി. പ്രധാനപ്പെട്ടതിൽ അങ്ങനെ ഭംഗം വന്ന അവളെ വിളിച്ചു വേശ്യമാരുടെ മാതാവ്. വീണ്ടും ഈ മൃഗത്തെക്കുറിച്ച് പറയുക, നീ കണ്ട ഈ മൃഗം അതിൻ്റെ തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. രസാവഹമായ കാര്യം. ഇതിപ്പോൾ അറിയാൻ ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം ശുപാർശ ചെയ്ത് വിടുക. ആ പുസ്തകം നിങ്ങൾ വാങ്ങിയാൽ കൊള്ളാം, വില തീരെ കുറവ്. ബൈബിളാണ് അത്, POC ബൈബിളാണ്, പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ പാലാ പുറത്തിറക്കുന്ന ബൈബിൾ. കൂടിയാൽ 50 രൂപയ്ക്ക് അത് കിട്ടും. നല്ലൊരു പുസ്തകം. അതിൽ അവർ തന്നെ അതിന് ഫുട് നോട്ട് കൊടുക്കുന്നു. ഏതാണ് ഈ മല? ഈ സ്ഥലം തൊട്ട് താഴെ കിടക്കുകയാണ്. ഇത് റോമാ പട്ടണത്തെ കുറിക്കുന്നു, അർത്ഥാൽ വത്തിക്കാൻ സിറ്റിയെ കുറിക്കുന്നു. എൻ്റെ ഭാഗം എനിക്ക് പൂർത്തീകരിക്കാനായി പറയട്ടെ. 110 ഏക്കർ വിസ്തൃതിയുള്ള വത്തിക്കാൻ സിറ്റിയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രാഷ്ട്രമാണത്. ആ 110 ഏക്കർ ഒരു സ്വതന്ത്ര രാജ്യമാണ്. ഇറ്റലിയിലുള്ള ഈ 110 ഏക്കർ എന്ന് പറയുന്ന സ്ഥലം ഒരു രാഷ്ട്രമായിരിക്കുമ്പോൾ ആ രാഷ്ട്രത്തിന് ഒരു ഭരണാധികാരിയുണ്ട്. അത് സഭയുടെ മേലധികാരി കൂടിയാണ്. അദ്ദേഹം ഒരേ സമയത്ത് അവിടുത്തെ രാഷ്ട്ര തന്ത്രജ്ഞനും അപ്പോൾ തന്നെ ഈ മഹത്തരമായ ക്രൈസ്തവ സഭയുടെ മുഴുവൻ പരമാധ്യക്ഷനുമായി ലോകം മുഴുവൻ ആയിരിക്കുന്ന വ്യക്തി. പക്ഷേ 110 ഏക്കറുള്ള ആ കൊച്ചു രാജ്യത്തിരുന്നു കൊണ്ട് അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ആജ്ഞ എന്ത്? ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങ് ഭൂമിയുടെ ഇങ്ങേ ചെരുവിൽ ഈ കിഴക്കൻ മുനമ്പിൽ കേരളം വരെ ഒറ്റ നിമിഷം കൊണ്ട് ചലിക്കാൻ കഴിയുന്ന വലിയ അനുവാചക വൃന്ദങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അങ്ങേയറ്റത്ത് പോയാൽ ഭൂമിയിലൊക്കെ മനുഷ്യവാസമുണ്ടോ അവിടെയൊക്കെ ഉള്ള മണ്ഡലങ്ങളെ ചലിപ്പിക്കാൻ അധികാരമുള്ളൊരു ശബ്ദം, ചോദ്യം ചെയ്യാനാവാത്ത ശബ്ദം. സ്വർഗരതിക്കാരന് വിവാഹമാകാം, ചോദ്യം ചെയ്യാൻ ആരുമില്ല. സ്വർഗരതി അംഗീകരിക്കാം, ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഏത് തിന്മയാകട്ടെ അതിനെയൊക്കെ അംഗീകരിക്കാം. ഞാൻ പറയുന്നതാണ് ആത്യന്തിക വിധി. ഒരു വാക്കുകൊണ്ട് പോലും പ്രതിഷേധിക്കാൻ ആരുമില്ലാത്ത വിധത്തിൽ ഒരു മനുഷ്യൻ്റെ വാക്കിനെ അംഗീകരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം കൃത്യത പറയാണ്, നീ കണ്ട സ്ത്രീ ഭൂരാജാക്കന്മാരുടെ മീതെ, ഉലകം മുഴുവനുള്ള രാജ്യങ്ങളുടെ മീതെ അധികാരമുള്ള മഹാനഗരം തന്നെ. അധികാരം നമ്മൾ കണ്ടു. അധികാരമുള്ളവൻ്റെ കയ്യിൽ പണമുണ്ടാകും. അതാ മറ്റൊന്ന്. ആ പണം ഇതാ കറങ്ങിത്തിരിഞ്ഞ് യൂറോ എന്നൊരു നാണയം വന്നിരിക്കുന്നു. ഡോളറുമായുള്ള വിനിമയത്തിൽ ഡോളറിനെ പലപ്പോഴും ശ്വാസം മുട്ടിച്ച് യൂറോ മുകളിൽ കയറുന്നു. ചില ഘട്ടങ്ങളിൽ യൂറോയ്ക്ക് വന്ന അധപ്പതനമുണ്ട്. പക്ഷേ സംശയിക്കേണ്ട, താമസമീന യൂറോപ്യൻ യൂണിയൻ ഒരു കേന്ദ്രീകൃത നാണയ വ്യവസ്ഥയിലൂടെ ലോക സമ്പദ് വ്യവസ്ഥയെ ഇതാ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു. ഒടുവിൽ ഇറാഖ് കേന്ദ്രീകരിച്ച് രൂപപ്പെടാൻ പോകുന്ന ഒരു പുതിയ വാണിജ്യ വ്യവസ്ഥിതി, ദുബായ് സിറ്റി കേന്ദ്രീകരിച്ച് രൂപപ്പെടാൻ പോകുന്ന വിവരസാങ്കേതിക വിദ്യയുടെ വളർച്ച, ഇതെല്ലാം ബൈബിൾ പ്രവചിച്ച സംഭവങ്ങളോട് കൂടെ വരുമ്പോൾ ഒന്നുറപ്പാക്കാം, എതിർ ക്രിസ്തു എന്ന മൃഗത്തിൻ്റെ മീതെയാണ് വേശ്യയാകുന്ന ഈ സ്ത്രീ ഇരിക്കുന്നത്. ഇത് ബന്ധത്തെ സൂചിപ്പിക്കുക, ഇരിപ്പ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞങ്ങൾ ആരും പറഞ്ഞില്ല ഈ വത്തിക്കാനിൽ നിന്ന് എതിർ ക്രിസ്തു വരും എന്ന് പറയുന്നില്ല. മറിച്ച് എതിർ ക്രിസ്തു എവിടെ നിന്നോ വരും, അറിയാത്തവൻ്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ പറയാൻ നമുക്ക് അനുമതിയില്ല. പക്ഷെ ഒന്നുറപ്പിക്കുക, ആ എതിർ ക്രിസ്തുവിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന, പിന്തുണയ്ക്കുന്ന, വേശ്യവൃത്തി ചെയ്യുന്ന ആ കാന്തയെ, ആ സ്ത്രീയെ സജ്ജീകരിച്ചെടുത്തിരിക്കുന്ന ഒരു മാർഗമുണ്ട്. അതിനൊരു മേധാവിയുണ്ട്. അവൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു, തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ലോകം മുഴുവൻ ദൈവിക പ്രോഗ്രാമിലേക്ക് നടന്നെടുക്കുന്ന കാലത്തിൻ്റെ ഒരു സായസ്ഥിതിയിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ വന്നുപെട്ടിരിക്കെ നമ്മൾ എണ്ണത്തിൽ ചുരുക്കമാണ്. പക്ഷെ നമ്മുടെ ശക്തി ആ എണ്ണത്തിൻ്റെ കുറവല്ല, അല്പമേ ശക്തിയുള്ളൂ. പക്ഷേ അവിടുത്തെ വചനം നിഷേധിച്ചില്ല. എത്ര ആനന്ദകരമാണ്! വചനം നിഷേധിക്കാത്തവൻ്റെ കരുത്തുപോലെ മറ്റൊന്നും ലോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധിയും നേരിടാൻ കഴിയുന്ന ഒരുതരം ആർജിത പ്രതിരോധ ശേഷിയാണ് വചനം നിഷേധിക്കാത്തവൻ്റെ കഴിവ്. ഒറ്റപ്പെടുമ്പോഴും
പ്രതിസന്ധി വരുമ്പോഴൊക്കെ ഈ വചനം നമുക്ക് ഒരു ബദൽ സമരം സൃഷ്ടിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് പോലെ ദുരുപദേശങ്ങൾ വരുമ്പോൾ, എതിരാളികൾ വരുമ്പോൾ, സാത്താൻ ഒരുമ്പെടുമ്പോൾ ഇവിടെ ഇരിക്കുന്ന സകലർക്കും വലിയ വൈരികളുണ്ട്. അതൊരു പരമാർത്ഥമാണ്. ലോകം നമുക്ക് അനുകൂലമേ അല്ല. അപ്പോഴൊന്നും നമ്മൾ താഴോട്ട് പോകണ്ട. അതെൻ്റെ ശക്തിയാണ്, എൻ്റെ ദൗർബല്യമാണെന്ന് ഓർക്കണ്ട. എൻ്റെ നാഥൻ എനിക്ക് തന്ന ശക്തിയാണ്. നമുക്ക് ആ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ജയജീവിതം നയിക്കാൻ ഈ പഠനം ഹേതുവാക്കട്ടെ. തുടർന്നുള്ള അധ്യാപകർ വരും. അവർ കൃത്യതയോടെ അവശേഷിക്കുന്ന വസ്തുതകൾ നമ്മെ ബോധ്യപ്പെടുത്തും. ഇതിന് ശേഷം നിങ്ങൾ പിരിഞ്ഞാലും എക്സ്ട്രാ ടൈമിൽ ഒക്കെ ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. നമുക്കറിയാവുന്നതൊക്കെ ചർച്ച ചെയ്യാം. നിങ്ങൾക്കറിയാവുന്നവ ഷെയർ ചെയ്യണം. അങ്ങനെ പരസ്പരമായി കൊടുത്തും വാങ്ങിയുമൊക്കെ പോകുന്ന ഒരു ആത്മീയ വളർച്ചയുടെ, ഒരു കൂട്ടായ്മയുടെ മനോഹര അനുഭവത്തിൽ എനിക്കും സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഈ അവസരമൊരുക്കിയ ആദരണീയ കർത്തദാസനോട് ഹൃദയംഗമായ നന്ദി. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.